ബ്രെയിൻ ഡ്രെയിൻ എന്ന പ്രശ്നം വാസ്തവത്തിൽ ഒരു നോൺ ഇഷ്യൂ ആണ്. ഒരു സാമ്പത്തിക പ്രശ്നമാണോ? ഒരു നോൺ ഇഷ്യൂ ആണ് എന്നാണ് എൻ്റെ നോൺ ഇഷ്യൂ ആണ്. കാരണം ഇന്ത്യയുടെ തന്നെ ചരിത്രം ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി 25 വർഷം സൗത്ത് ആഫ്രിക്കയിൽ ജീവിക്കുകയും ജോലി ചെയ്യുകയും അവിടെ സമര പോരാട്ടങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്. അതുപോലെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ തമിഴ് കമ്മ്യൂണിറ്റി ശ്രീലങ്കയിലുണ്ട്, മലയായിൽ ഉണ്ട്, അതുപോലെ സിംഗപ്പൂരിലുണ്ട്. ഇങ്ങനെ പരിശോധിച്ചാൽ ഈ തരത്തിലുള്ള പങ്കുവെക്കലും ഇടകലരലും മൈഗ്രേഷനും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് എല്ലാ കാലത്തും ഉള്ളതാണ്. ഇവിടെയും അത് തന്നെ. ഇന്ത്യ പോലെ രാജ്യത്തെ എങ്ങനെ ബാധിക്കുന്നു? അവിടെയാണ് ഞാൻ പറയട്ടെ, ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ ഒക്കെ അടക്കമുള്ള എത്രയോ കമ്പനികളുടെ ബാക്ക് ഓഫീസുകൾ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കലായിട്ട് ഇന്ത്യയിൽ നിന്ന് ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നില്ല എങ്കിലും വാസ്തവത്തിൽ ഇവിടെ ജോലിയെടുക്കുന്ന ഇന്ത്യക്കാരുടെ ബ്രെയിൻ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? വിദേശ കമ്പനികൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രെയിൻ ഡ്രെയിൻ എന്ന നിലയ്ക്ക് ആ ആശയം പ്രത്യക്ഷത്തിൽ അതൊരു കപടമായ പ്രശ്നമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇല്ലാത്ത പ്രശ്നം ചർച്ച ചെയ്യുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വാസ്തവത്തിൽ അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? അടിസ്ഥാനപരമായി നമ്മുടെ യുവാക്കൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസം തേടുന്ന ആളുകൾക്ക് അവരവരുടെ അഭിരുചി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിത മാർഗം കണ്ടെത്താൻ ഉള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് കേരളത്തിൽ ജനിച്ച നാട്ടിൽ ലഭിക്കുകയാണെങ്കിൽ നല്ലത് എന്നുള്ളതിനപ്പുറം ജനിച്ച നാട്ടിൽ മാത്രമേ അത് ലഭിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ ഇതുവരെയുള്ള ചരിത്രത്തിന് വിരുദ്ധമായൊരു സമീപനമായി പോകും എന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇന്ത്യൻ മാൻ പവറിന് നല്ല ഡിമാൻഡ് ഉണ്ട് ലോകത്ത്. അതിനെ വശീകരിക്കാനായിട്ട് എപ്പോഴും ലോകരാജ്യങ്ങൾ ശ്രമിക്കും. അത് ഒരു സമയത്ത് ഇന്ത്യയിൽ തന്നെ അത് ഫോക്കസ്ഡ് ആയിരുന്നു. ആ സമയത്ത് അവർ ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ് അവിടുത്തെ തന്ത്രപ്രധാനമായ പോസ്റ്റുകളിൽ ഇന്ത്യക്കാരെ നിയമിക്കുക എന്നുള്ളത്. അപ്പോൾ വീണ്ടും ഇവിടെ പഠിച്ചിറങ്ങുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ ഒരു ഡ്രീം ആവും ഇത്. ഞാൻ വിചാരിച്ചാലും ഗൂഗിളിന്റെ CEO എനിക്ക് ആവാൻ പറ്റും. അത് അവരുടെ ഒരു ഏറ്റവും വലിയൊരു പ്രോസസ്സാണ്. കാരണം ഇടയ്ക്ക് ഒരു സമയത്ത് ഇന്ത്യയിലെ യങ്സ്റ്റേഴ്സ് ഇവിടെ തന്നെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി. നമുക്ക് ഓയോ അങ്ങനെയുള്ള പല പ്രസ്ഥാനം, റിതേഷ് അഗർവാളൊക്കെ പുതിയൊരു ബില്യനെയർ ആയിട്ട് വന്നു. ആ സമയത്താണ് വെസ്റ്റ് എപ്പോഴും എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് അവരുടെ ഒരു മെയിൻ പോസ്റ്റിലേക്ക് ഇന്ത്യൻസിനെ എടുക്കും. അപ്പൊ ഇവിടെയുള്ള യുവാക്കൾക്ക് ആ അട്രാക്ഷൻ വീണ്ടും അങ്ങോട്ടേക്ക് പോകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.